ഹലോ ഫ്രണ്ട്സ്, ഇതെന്താ മറിമായം? ഇന്നലെയാണ് ഞാൻ കാവേരിയിൽ വെള്ളമില്ലാത്ത പ്രശ്നത്തെപ്പറ്റി യൂട്യൂബിലൊരു വീഡിയോ ഇട്ടത്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കിയപ്പോൾ വരുന്നു പുതിയ വാർത്ത, കാവേരി അണക്കെട്ട് തുറന്ന് വെള്ളം കുതിച്ചൊഴുകുന്നു എന്ന്. എന്നാൽ പിന്നെ തമിഴ് മക്കളുടെ ആ ആഹ്ലാദവും സന്തോഷവും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ടൈമിംഗ് അത്രയ്ക്ക് ലെവൽ പ്രൊഫഷണൽ ആയിപ്പോയി. എന്തായാലും സംഗതി കളറായി. ഇന്നലെ നമ്മൾ പറഞ്ഞ കഥ മാറി, ഇന്ന് പുതിയ കഥയാണ്. വാർത്തകളിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് മേട്ടൂർ ഡാം. തമിഴ്നാട്ടിലെ സേലം ജില്ലയിലുള്ള മേട്ടൂർ എന്ന സ്ഥലത്ത് കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണിത്. ഇതിനൊരു ചെറിയ ചരിത്രമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത്, അതായത് 1925 പണി തുടങ്ങി 1934 ഇത് തുറന്നത്. 9 വർഷമെടുത്തു ഇത് പണി തീർക്കാൻ. അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നായിരുന്നു ഇത്. ഇതിന്റെ പരമാവധി സംഭരണ ശേഷി 120 അടിയാണ്. ഇതിനു പിന്നിൽ രൂപപ്പെടുന്ന വലിയ തടാകത്തിന് സ്റ്റാൻലി റിസർവോയർ എന്നാണ് പേര്. കേൾക്കുമ്പോൾ തന്നെ ഒരു ലുക്കൊക്കെ തോന്നുന്നുണ്ടല്ലേ? ശരി, ഇതിപ്പോൾ തുറന്നു വിട്ട വെള്ളം എങ്ങോട്ടാണ് വരുന്നത്? അതിന് നമ്മൾ കാവേരിയുടെ റൂട്ട് മാപ്പ് തന്നെ നോക്കണം. കാവേരി ഉത്ഭവിക്കുന്നത് കർണാടകയിലെ കുടക് മലനിരകളിലാണ്. അവിടെ കർണാടകക്കാർ നിർമ്മിച്ച 2 പ്രധാന ഡാമുകളുണ്ട്. KRS, അതായത് കൃഷ്ണരാജ സാഗരയും പിന്നെ കബനിയും. കർണാടകയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല കനത്ത മഴ പെയ്തിരുന്നു. വയനാട്ടിലും കുടകിലും ഒക്കെ മഴ തകർത്തപ്പോൾ കബനി ഡാമിലേക്കും KRSലേക്കും വെള്ളം ഇരച്ചു കയറി. ഡാം നിറഞ്ഞു കവിഞ്ഞപ്പോൾ അവർക്ക് വേറെ വഴിയില്ലാതെ 12,000 ക്യൂസെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കി വിട്ടിരിക്കുന്നത്. ആ വെള്ളം ഇപ്പോൾ നേരെ നമ്മുടെ അതിർത്തി കടന്ന് മേട്ടൂർ ഡാമിലേക്ക് പാഞ്ഞു വരികയാണ്. ഇനി ഇതിൻ്റെ പ്രാധാന്യം പറയാം. മേട്ടൂർ ഡാം വെറുമൊരു ഡാം മാത്രമല്ല, തമിഴ്നാട്ടിലെ 12ലധികം ജില്ലകളുടെ ജീവരേഖയാണ്. തഞ്ചാവൂർ, തൃച്ചി പോലുള്ള ഡെൽറ്റ മേഖലകളിലെ ലക്ഷക്കണക്കിന് കർഷകരുടെ നെൽകൃഷി ജീവിക്കുന്നത് ഈ ഡാമിൽ വെള്ളം കൊണ്ടാണ്. കുടിക്കാൻ വെള്ളം തരുന്നതും ഇതാണ്. കഴിഞ്ഞ മാസം വരെ ഇവിടെ വെള്ളമില്ലാതെ കർഷകർ ഭയങ്കര സങ്കടത്തിലായിരുന്നല്ലോ. അതിനാണ് ഇപ്പോൾ പ്രകൃതി ഒരു ആശ്വാസം തന്നിരിക്കുന്നത്. ഇന്നലെ യൂട്യൂബിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത്, അതായത് ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് കറണ്ട് സ്റ്റാറ്റസ് നോക്കിയാൽ മേട്ടൂർ ഡാമിൻ്റെ ജലനിരപ്പ് ഏകദേശം 73-75 അടിയിലാണ് നിൽക്കുന്നത്. പരമാവധി 120 അടിയിൽ. സംഭരണശേഷി 93.47 TMC ആണെങ്കിൽ ഇപ്പോൾ അതിൽ ഒരു 35-37 TMC വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡാം ഉടനെ നിറഞ്ഞങ്ങ് കവിയുകയോ ഒന്നുമില്ല. പക്ഷേ കർണാടകയിൽ നിന്ന് വരുന്ന ഈ പുതിയ വെള്ളം കൂടി എത്തുമ്പോൾ ജലനിരപ്പ് വേഗത്തിൽ ഉയരുന്നു. തമിഴ്നാട്ടിലെ കർഷകർക്ക് ഇതൊരു ലോട്ടറി തന്നെയാണ്. ഇന്നലെ നമ്മൾ വെള്ളത്തിനായി തല്ലുകൂടുന്ന കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് പ്രകൃതി തന്നെ അതിനൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. കോടതികൾക്കും നേതാക്കൾക്കും കുറച്ചു ദിവസത്തിന് സമാധാനമായിരിക്കാം. ഇതിനെപ്പറ്റി തമിഴ് മക്കൾ എന്താണ് പറയുന്നതെന്നറിയാമോ? പ്രപഞ്ചത്താലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവിന് ആ പ്രകൃതി തന്നെ സപ്പോർട്ട് ചെയ്യും എന്നാണ്. DMKയുടെ ആളുകൾ ജോസഫ് വിജയിനെതിരെ വളരെ മോശമായ പ്രശ്നങ്ങളാണ് പറയുന്നത്. കാവേരി അണ തുറക്കാത്തതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ മോശമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യവും പറഞ്ഞ് കർണാടകയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ തന്നെ ജോസഫ് വിജയനെ തടയുമെന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. തമിഴ്നാട്ടിലുള്ള കർഷകരാണെങ്കിൽ വിജയനെ കർണാടകയിലേക്ക് പോകുവാൻ സമ്മതിക്കുന്നുമില്ല. കർണാടകയിലെ ആളുകളാണെങ്കിൽ വിജയ് ഇങ്ങോട്ട് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ് വരേണ്ട എന്നും പറയുന്നു. ഇതിനിടയ്ക്ക് സത്യം സത്യമായി തന്നെ നിലനിൽക്കും. എത്ര കടുത്ത പരീക്ഷണങ്ങളിൽ പോയാലും എന്നുള്ളതിൻ്റെ പൂർണ്ണ തെളിവാണ് സുഹൃത്തുക്കളെ ഇത്. സത്യം തന്നെ ജയിക്കും. സത്യത്തിൻ്റെ പാതയിലാണ് വിജയ് സഞ്ചരിക്കുന്നത് എന്ന് തമിഴ്നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ സത്യത്തിൻ്റെ കൂടെ പ്രകൃതി തന്നെ കൂട്ടുനിൽക്കുന്നതിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയാണിത്.